ബി.ജെ.പി. കേരളം എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഡി.ജി.പിക്ക് പരാതി ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഈ പരാതി നൽകിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ട് ഈ പേജിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രവും കുറിപ്പുമാണ് വിവാദത്തിന് കാരണമായത്. സമൂഹത്തിൽ പരസ്പര വിദ്വേഷം വളർത്താൻ ഈ പോസ്റ്റിലൂടെ ബി.ജെ.പി. ശ്രമിച്ചെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം കേരള മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുമെന്നതിന്റെ സൂചനയാണെന്നാണ് ബി.ജെ.പിയുടെ ഔദ്യോഗിക പേജിലെ ഈ കുറിപ്പിൽ ആരോപിക്കുന്നത്. അടുത്ത 5 വർഷം കേരളം മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭൂരിപക്ഷ അഭിപ്രായം വി.ഡി. സതീശന് അനുകൂലം അല്ലാതിരുന്നിട്ടും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഒന്നു മാത്രമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ കാരണം. തങ്ങളുടെ ഒരു പുതിയ മതജില്ല അടക്കമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവയെയാണ്. അത് അവർ നേടിയെടുത്തു. അതെ, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ഡൽഹിയിലല്ല, അത് പാണക്കാട് ഹൗസിലാണ്. ഇതാണ് വർഗീയത തുളുമ്പുന്ന ആ പോസ്റ്റിൽ പറയുന്നത്. എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പാണക്കാട് തങ്ങളുടെ കാൽ തടവിക്കൊണ്ട് ഇരിക്കുന്നതായും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാട് തങ്ങൾക്ക് വീശിക്കൊടുത്തുകൊണ്ട് കാവൽ നിൽക്കുന്നതായും ചിത്രീകരിക്കുന്ന ഒരു കാരിക്കേച്ചറും ഈ പോസ്റ്റിനൊപ്പം പങ്കുവച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരുന്നു. 22-നേക്കാളും താഴെയാണ് ഭായി 63 എന്നായിരുന്നു സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നിയമസഭയിൽ 63 സീറ്റുള്ള കോൺഗ്രസിനേക്കാൾ ഭരണം നിയന്ത്രിക്കുന്നത് 22 സീറ്റുകൾ മാത്രമുള്ള ലീഗിന്റെ താൽപര്യങ്ങൾ ആണെന്നാണ് ബി.ജെ.പിയുടെ ആക്ഷേപം. യു.ഡി.എഫിനെ ലീഗിന്റെ അമിത സ്വാധീനത്തെ മുൻനിർത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡി.ജി.പിക്ക് ഒരു പരാതി നൽകിയത്. ജോലി തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ചാണ് പരാതി. സെപ്റ്റംബർ 21-ന് വർക്കല ശിവഗിരിയിൽ വെച്ചാണ് കൈരളി ന്യൂസ് റിപ്പോർട്ടറോട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മോശമായി പ്രതികരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകയോട് രാജീവ് ചന്ദ്രശേഖർ കയർത്ത് സംസാരിച്ചത്. നിങ്ങൾ ഏത് ചാനലാ? നീ ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. ഒരു നാണവുമില്ലാത്ത ചാനലാ. മരിച്ച ആളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ നാണമില്ലേ നിങ്ങൾക്ക്? ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത്. ഇത് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മാത്രമായുള്ള ഒരു പ്രശ്നമല്ല. ഒട്ടുമിക്ക ബി.ജെ.പി. നേതാക്കളുടെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. കേരളത്തിലെ ജനവികാരം എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് മതവികാരം ആളിക്കത്തിക്കുക എന്നൊരു പണി മാത്രമാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ബി.ജെ.പി. എന്ന പാർട്ടി കേരളത്തിൽ ഇപ്പോഴും ഗതി പിടിക്കാതെ പോകുന്നത്.